അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്ര ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ പാർട്ടാണ്. അതിന്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രാജ്ഞിയുടെ ഭരണകാലത്തെ നിയമങ്ങൾ. എന്താണ് രാജ്ഞിയുടെ ഭരണകാലത്തെ നിയമങ്ങൾ? മുമ്പ് കമ്പനി ഭരണകാലത്തെ നിയമങ്ങളാണ് കുറച്ച് പഠിച്ചു. നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചു, പിറ്റ്സ് ഇന്ത്യ ആക്ട് പഠിച്ചു, പിന്നെ ചാർട്ടർ ആക്ട് പഠിച്ചു അല്ലെ. അതൊക്കെ ഇന്ത്യ കൗൺസിൽസ് ആക്ട്, ആ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കമ്പനിയുടെ സമയത്തുള്ള, കമ്പനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കുറച്ച് നിയമങ്ങളായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് നിയമങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ 1857 വലിയൊരു സംഭവം സംഭവിച്ചു. എന്താണ് ആ സംഭവം? 1857 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു അല്ലെ. 1857 മെയ് 10 മീററ്റിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സമരം എവിടെ നടന്നു? ഇന്ത്യയിലെ നടന്നു. അപ്പോൾ അവിടെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനുശേഷം കമ്പനിക്കെതിരെയായിരുന്നു അതിന്റെ മൂവ്മെന്റ് മുഴുവൻ അല്ലെ. ഇന്ത്യ പരാജയപ്പെട്ടു എങ്കിൽ കൂടിയും ഇന്ത്യയിൽ മൊത്തത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെന്റ്, രാജ്ഞിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കമ്പനിയുടെ സമയത്ത് കമ്പനിയുടെ ഭരണത്തിൽ വീഴ്ചകൾ പറ്റി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് രാജ്ഞി എന്ത് ചെയ്തു? ഭരണം മുഴുവൻ ഇനി ഞാൻ നടത്തിക്കോളാം, ബ്രിട്ടീഷ് പാർലമെന്റിലൂടെ, ബ്രിട്ടീഷ് ക്യാബിനറ്റിലൂടെ ഞാൻ തന്നെ നേരിട്ട് ഇന്ത്യയുടെ ഭരണം നടത്താം എന്ന് ആര് തീരുമാനിച്ചു? ബ്രിട്ടീഷ് രാജ്ഞി തീരുമാനിച്ചു. അങ്ങനെ ഒരു നിയമം വരുന്നു. ആ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന നിയമം. ഓക്കെ, അതിനൊരുപാട് വിളിപ്പേരുകളുണ്ട്. ഒന്ന് ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അല്ലെ. വിക്ടോറിയ രാജ്ഞിയായിരുന്നു അന്നുണ്ടായിരുന്നത്. സോ അതിനെന്ത് പേരിൽ അറിയപ്പെട്ടു? ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. മറ്റൊരു പേരാണ് രാജ്ഞിയുടെ വിളംബരം, ക്യൂൻസ് പ്രൊക്ലമേഷൻ. വിക്ടോറിയ എന്നുള്ള പേരെടുത്ത് മാറ്റി രാജ്ഞിയുടെ പ്രൊക്ലമേഷൻ, അതായത് ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്ന നിയമം. ഏതാണത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 തന്നെ. ഇതിന് കാരണം എന്താ? ഈ ആക്ട് വരാനുള്ള കാരണം എന്താ? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരാനുള്ള കാരണം. ഓക്കെ, അതിന്റെ രണ്ട് പേരുകൾ പഠിച്ചു. മൂന്നാമത്തെ പേരെന്താ? ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നാണ്. ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ആക്ട് ഫോർ ദ ബെറ്റർ ഗവേണൻസ് ഇൻ ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവേണൻസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. മറ്റൊരു പേരെന്താ? മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദ മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട. ഓക്കെ, ഇന്ത്യയുടെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. നമുക്കറിയാം മാഗ്ന കാർട്ട എന്ന് പറയുന്നത് വലിയൊരു ഒരു മനുഷ്യാവകാശ സംഹിതയായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ എന്ന് പറയാം അല്ലെ. വർഷം ഏതാ? 1215 ജൂൺ 15. ഏതാ വർഷം? 1215 ജൂൺ 15. സിലബസ് കൃത്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും എപ്പോൾ വേണമെങ്കിലും PSC പരീക്ഷകളിൽ ചോദിക്കാം. മുൻവർഷ ചോദ്യങ്ങളാണ്, മുൻപ് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഏതാ വർഷം? 1215 ജൂൺ മാസം 15. അന്നത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോൺ രാജാവ്. ആരാണ്? ജോൺ രാജാവ് ബ്രിട്ടനിലെ റണ്ണിമേഡ് എന്ന മൈതാനത്ത് വെച്ച് വിളംബരം ചെയ്ത റോയൽ ചാർട്ടർ ആണ് മാഗ്ന കാർട്ട. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മള് മാഗ്ന കാർട്ടയെ കുറിച്ച്, പലതരം മാഗ്ന കാർട്ടകൾ എന്നറിയപ്പെടുന്ന പല സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ മാഗ്ന കാർട്ട, ഒറിജിനലി മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താ? 1215 ജൂൺ മാസം 15 ജോൺ രാജാവ് ബ്രിട്ടനിലെ റണ്ണിമേഡ് മൈതാനത്ത് വെച്ച് വിളംബരം ചെയ്ത ഒരു റോയൽ ചാർട്ടർ ആയിരുന്നു. അതൊരു മനുഷ്യാവകാശ സംഹിതയായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യാവകാശ സംഹിത എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ട. ഓക്കെ, മാഗ്ന കാർട്ട 800-ലധികം വർഷങ്ങളായി അല്ലെ. അപ്പൊ 1215 മാഗ്ന കാർട്ട എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? പിന്നീട് അങ്ങോട്ട് ലോകത്തെവിടെയും, ബ്രിട്ടനിൽ മാത്രമല്ല ലോകത്ത് പല സ്ഥലങ്ങളിലും ഓരോ മനുഷ്യാവകാശ നിയമങ്ങൾ വരുന്ന സമയത്ത് ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, അടിമുടി മാറുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെയെല്ലാം മാഗ്ന കാർട്ട എന്നുള്ള വിളിപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഏതിനറിയപ്പെട്ടത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി PSC പരീക്ഷകൾക്ക് അത് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് മാഗ്ന കാർട്ടകൾ ഉണ്ട്, നോക്കാം നമുക്ക്. ഒന്ന്, ഇന്ത്യൻ
ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട? എന്താ നിങ്ങൾക്കറിയാം? പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, മൂന്നാം ഭാഗം, ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗം എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്തിനെ കുറിച്ചാ പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ജനങ്ങൾക്കും ഇന്ത്യയിലെ സിറ്റിസൺസിനും അതുപോലെ തന്നെ നോൺ സിറ്റിസൺസിനും എല്ലാം വരുന്ന, ചിലത് സിറ്റിസൺസിന് അല്ലാത്തവർക്ക് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് ആ ഭാഗത്ത് എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോ എന്ത് പഠിക്കാം? ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ ഏത് ഭാഗത്താ വരുന്നത്? ഭാഗം 3, മൂന്നാം ഭാഗം. അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഭാഗം 3 ആണ്, ഭരണഘടനയുടെ ഭാഗം 3 ആണ്. ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താ? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട 1854 ഉണ്ടായ ഒരു സംഭവമാണ്. അതെന്താ? വുഡ്സ് ഡെസ്പാച്ച്. എന്താണ്? വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന റീജിയണൽ ലാംഗ്വേജുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും, ഹയർ സെക്കൻഡറി തലത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, മറ്റു തലങ്ങളിൽ റീജിയണൽ ലാംഗ്വേജിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിദ്യാഭ്യാസ തലത്തിൽ ലാംഗ്വേജ് അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. വുഡ്സ് ഡെസ്പാച്ച് വർഷം ഏതാ? 1854. 1854 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് അറിയുമോ? അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലോർഡ് ഡൽഹൌസി ആയിരുന്നു. ആരായിരുന്നു? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഡൽഹൌസി പ്രഭു ആയിരുന്നു 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ. പഠിച്ചല്ലോ. അടുത്തെന്താ? തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട. തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 1882 ലോക്കൽ ഗവൺമെന്റ് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട്. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട്? തദ്ദേശ സ്വയംഭരണ നിയമം 1882. തദ്ദേശ സ്വയംഭരണ നിയമം 1882 തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ആ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ലോർഡ് റിപ്പൺ അല്ലെ. ലോർഡ് റിപ്പൺ ആയിരുന്നു ഈ 1882 തദ്ദേശ സ്വയംഭരണ നിയമം കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയിലെ ആരായിരുന്നു? 1882 വൈസ്രോയി. വൈസ്രോയി, ഗവർണർ ജനറൽ അല്ല, വൈസ്രോയി ആണ് ആ പേര്. നമ്മളിവിടെ പഠിക്കും. വൈസ്രോയും ഗവർണർ ജനറലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് പഠിക്കാം. സോ ഓക്കെ. അപ്പൊ 1854 ആരായിരുന്നു? ഗവർണർ ജനറൽ ആയിരുന്നു. ആരായിരുന്നു അത്? ഡൽഹൌസി ആയിരുന്നു. 1882 റിപ്പൺ പ്രഭു ആയിരുന്നു തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം എന്ത് പദവിയാണ് വഹിച്ചത്? ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. അതിനുശേഷം ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം ഏതാ? 1936. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു 1936 ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം വളരെ ഫേമസ് ആണ് അല്ലെ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം എന്തറിയപ്പെടുന്നു? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട. ആരായിരുന്നു ആ സമയത്തെ ഭരണാധികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലല്ലേ? തിരുവിതാംകൂറിലല്ലേ? ആരായിരുന്നു? അതെ, ചിത്തിര തിരുനാൾ മഹാരാജാവ് അല്ലെ. ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു 1936 ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബര സമയത്തുള്ള തിരുവിതാംകൂറിന്റെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. അടുത്തതോ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമം. കർഷകരുടെ മാഗ്ന കാർട്ട നിങ്ങൾക്കറിയാം 1865 ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ പണ്ടാരപ്പാട്ട വിളംബരം. ഏതായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരമാണ് കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം വേണമെങ്കിൽ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ വരാം കേട്ടോ. അപ്പൊ ഒരെണ്ണം പോലും മാറിപ്പോരുത്, പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്? ഭാഗം 3 ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ ഗവർണർ ജനറൽ? ഇവിടെ എഴുതിയിട്ടില്ല, ഡൽഹൌസി അല്ലെ. ഡൽഹൌസി ആയിരുന്നു കേട്ടോ. ഇനിയോ തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ലോക്കൽ സെൽഫ് ഗവർണൻസ് ആക്ട് എന്നറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ നിയമം എന്നറിയപ്പെടുന്ന 1882 നിയമം. അതിന്റെ പിതാവ്, തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
അത് നമ്മുടെ ലോർഡ് റിപ്പൺ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട 1936 ക്ഷേത്രപ്രവേശന വിളംബരം. കർഷകരുടെ മാഗ്ന കാർട്ടയോ ഐലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തുള്ള 1865 പണ്ടാരപ്പാട്ട വിളംബരം. ക്ലിയർ ആണല്ലോ. ഈ ഭാഗങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, സോ മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇതിൽ നിന്നാണ് നമ്മൾ അവിടേക്ക് പോയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ക്ലിയർ അല്ലേ? ഇതിലൂടെ ഞാൻ പറഞ്ഞു കമ്പനി ഭരണം അവസാനിച്ചു. കമ്പനി ഭരണം അവസാനിച്ചു, പകരം രാജ്ഞിയുടെ ഭരണം ആരംഭിച്ചു. രാജ്ഞി നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഈ നിയമത്തിന് രാജകീയ അനുമതി ലഭിച്ച വർഷമാണ് 1858 ഓഗസ്റ്റ് മാസം 2-ാം തീയതി. വർഷം ഏതാണ്? 1858 മാസം ഓഗസ്റ്റ് 2-ാം തീയതി. ഓഗസ്റ്റ് 2-ാം തീയതി രാജകീയ അനുമതി ലഭിച്ചു. ഇതിനുശേഷം ഇത് ഇന്ത്യയിൽ വന്ന് വിളംബരം ചെയ്തു. ഇന്ത്യയിൽ വന്ന് വിളംബരം ചെയ്തു. അതുകൊണ്ടാണ് വിളംബരം, പ്രൊക്ലമേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ വിളംബരം നടത്തിയ ഡേറ്റ് ആണ് 1858 കേരളം ഇല്ലാത്ത കാലത്തെ കേരള പിറവി അല്ലെ, നവംബർ 1-ാം തീയതി. നവംബർ 1-ാം തീയതി അന്ന് 1858 കേരളം ഇല്ലല്ലോ. പക്ഷെ 1858 നവംബർ 1-ാം തീയതി ആയിരുന്നു എന്ത് നടത്തിയത്? ക്യൂൻസ് പ്രൊക്ലമേഷൻ അഥവാ ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ നടത്തി, വിളംബരം നടത്തി. ഏത് നിയമം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 1858 നവംബർ മാസം 1-ാം തീയതി. മറക്കണ്ട. എവിടെ വെച്ചാ? ഇന്ന് പ്രയാഗ്രാജ് എന്നറിയപ്പെടുന്ന പഴയ അലഹബാദ് അല്ലെ, ഇന്ന് പ്രയാഗ്രാജ് എന്നറിയപ്പെടുന്ന അലഹബാദിൽ വെച്ചിട്ടാണ് വിളംബരം നടത്തിയത്. ആരാണ് ഈ വിളംബരം വായിച്ചത് എന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ്. കാനിങ് ആണ് എന്ത് ചെയ്യുന്നത്? രാജ്ഞിയുടെ വിളംബരം വായിക്കുന്നത്. കാനിങ് പ്രഭു ആരായിരുന്നു? ആ സമയത്തുള്ള ഗവർണർ ജനറൽ ആണോ എന്ന് വെച്ചാൽ ആണ്, വൈസ്രോയർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. രണ്ടുമാണെന്ന് പറയുന്ന ഒരു സമയമാണ്. അത് വായിച്ചോടുകൂടി, വായിക്കുന്നതിന് മുമ്പ് വരെ ഗവർണർ ജനറലും, വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആള് വൈസ്രോയ് ആയിട്ട് മാറി. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ വിളംബരം വായിച്ചത് കാനിങ് പ്രഭു ആണ്. 1858 നവംബർ 1-നാണ് അലഹബാദിൽ വെച്ചിട്ടാണ്. ഇതിനെതിരെ ഒരു എതിർ വിളംബരം വായിച്ചു. ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നിങ്ങൾ പഠിക്കും കേട്ടോ. ആ സമയത്ത് അതിനകത്ത് ലക്നൗ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോരാടിയ അവിടുത്തെ നേതാവായിരുന്നു ആര്? ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ ഈ ബീഗം ഹസ്രത്ത് മഹൽ എന്ത് ചെയ്തു? ഈ വിളംബരത്തിനെതിരെ എതിർ വിളംബരം ചെയ്തു. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഒരു PSC ചോദ്യം ചോദിക്കാം. എതിർ വിളംബരം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബന്ധപ്പെട്ട് എതിർ വിളംബരം നടത്തിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വരാം. എതിർ വിളംബരം എന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. അല്ലെങ്കിൽ വേണമെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധമില്ലാത്തത് ഏത്? അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് വരാം? ബീഗം ഹസ്രത്ത് മഹൽ നടത്തിയ എതിർ വിളംബരം ബന്ധമുണ്ടോ ഇല്ലയോ? ബന്ധമുണ്ട് അല്ലെ. സോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഈ നിയമത്തോടെ വലിയ 2-3 മാറ്റങ്ങൾ വന്നു. ഒന്ന്, ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി എടുത്ത് മാറ്റി വൈസ്രോയി ആക്കി. അതെ ഞാൻ പറഞ്ഞ ലോർഡ് കാനിങ് എന്ത് ചെയ്തു? ഈ നിയമം വായിച്ചു അല്ലെ, വിളംബരം നടത്തി. ആ വിളംബരം നടത്തിയോട് കൂടിയിട്ട് എന്തായി? ഇന്നലെ വരെ ഗവർണർ ജനറൽ ആയിട്ടിരുന്ന ആള് ആ വിളംബരം വന്നതോടുകൂടി എന്തായി മാറി? വൈസ്രോയി ആയി മാറി. അപ്പൊ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആരാണ്? കാനിങ് ആണ്. അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും കാനിങ് ആണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്ത് ചെയ്തിരുന്നു? 1773 ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പേരിൽ ആര് വന്നിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് വന്നിരുന്നു അല്ലെ. അവസാനത്തെ ഗവർണർ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. ഓർമ്മയുണ്ടോ? 1773 റെഗുലേറ്റിംഗ് ആക്ട്. അതിനുശേഷം 1833 ചാർട്ടർ ആക്ടിൽ ഒരു കാര്യം പഠിച്ചു. എന്താ? ലോർഡ് വില്യം പെന്റിക് അല്ലെ. വില്യം പെന്റിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആരായിരുന്നു? വില്യം പെന്റിക് ആയിരുന്നു അല്ലെ. 1833. അതുപോലെ തന്നെ 1858 എന്നുണ്ടായി അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയും ആദ്യത്തെ വൈസ്രോയുമായിട്ട് ആര് മാറി? ലോർഡ് കാനിങ് ആയി മാറി. ക്ലിയർ അല്ലേ? ഇനി വേറൊരു പദവി കൊണ്ടുവന്നു. ദാറ്റ് ഈസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പദവി. നോക്കൂ, വൈസ്രോയി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരിയാണ് വൈസ്രോയി. ബ്രിട്ടീഷ് രാജ്ഞി നിയമിച്ചു അങ്ങനെ ഒരാളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർത്തി. അതാണ് വൈസ്രോയി. അപ്പൊ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്?
സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല ഉള്ളത്, പുള്ളി ബ്രിട്ടീഷ് പാർലമെന്റിലാണുള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ രണ്ടുപേരുണ്ട് അല്ലെ, ഇന്ത്യക്ക് വേണ്ടി ഭരണം നടന്ന രണ്ടുപേര്, ഒരാൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഒരാൾ ബ്രിട്ടനിൽ നിന്നുകൊണ്ട്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഭരിക്കുന്ന ആള് വൈസ്രോയി, ബ്രിട്ടനിൽ നിന്ന് ഭരിക്കുന്ന ആള് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. രണ്ട് പദവികൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണെന്ന് പഠിച്ചു. അപ്പൊ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരാ? ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ് എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി. ആരാണ് എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി? നമ്മുടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്ന് പഠിക്കില്ലേ, അതിനൊന്ന് തിരിച്ചു പഠിക്കുക. സ്റ്റാൻലി ആരാണ്? സ്റ്റാൻലി, സ്റ്റാലിൻ അല്ല, സ്റ്റാൻലി. എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി. എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി ആരാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി ആണ്. എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. മറക്കരുത് കേട്ടോ, ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. നിയമം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു പദവി വരാൻ കാരണമായ നിയമം ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. പഠിച്ചു വെക്കുക. അതുപോലെ ഈ നിയമപ്രകാരം എന്തുണ്ടായി? പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് ഓഫ് കൺട്രോളും അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദ്വിതല ഭരണം നടത്തിയിരുന്നു അല്ലെ. ഇത് രണ്ടും നമ്മൾ മുമ്പ് നിയമങ്ങളിൽ പഠിച്ചിരുന്നു. എന്താ? ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും, അങ്ങനെ രണ്ട് തലത്തിലുള്ള ദ്വിതല ഭരണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്ത് ചെയ്യുന്നു? ഈ നിയമം വന്നപ്പോൾ ബോർഡ് ഓഫ് കൺട്രോളിനെയും എടുത്ത് അബോളിഷ് ചെയ്തു, കളഞ്ഞു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനും എടുത്ത് കളഞ്ഞു. സോ ഈ രണ്ട് പരിപാടികൾ ഇല്ല. അപ്പോൾ അബോളിഷ്ഡ് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. സോ അതോടുകൂടി എന്തുണ്ടായി? ദ്വിതല ഭരണം എന്ന് പറയുന്ന സംവിധാനം അവസാനിച്ചു. ദ്വിതല ഭരണം അവസാനിപ്പിച്ച നിയമം ഏതാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്, അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആണ്, അല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ എന്താണ് ദ ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ രാജ്ഞിയുടെ വിളംബരമാണ്. അതിന് കാരണം ദ്വിതല ഭരണം അവസാനിക്കാൻ കാരണം എന്താ? ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഇല്ലാണ്ടായി. അതിന് പകരം എന്ത് കൊണ്ടുവന്നു? കൗൺസിൽ കൊണ്ടുവന്നു. എന്തിന്റെ കൗൺസിലാ? കൗൺസിൽ ഫോർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിൽ കൊണ്ടുവന്നു. 15 അംഗങ്ങൾ അതിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സിന് എന്ത് കൊണ്ടുവരുന്നു? ഒരു കൗൺസിൽ കൊണ്ടുവന്നു. ആ കൗൺസിലിലെ എത്ര അംഗങ്ങളാ? 15 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 15 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരാൻ കാരണം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിന്റെ മറ്റു കുറച്ച് പേരുകളാണ് ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ, രാജ്ഞിയുടെ വിളംബരം, ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, ആക്ട് ഫോർ ബെറ്റർ ഗവേണൻസ് ഇൻ ഇന്ത്യ, ദ മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മാഗ്ന കാർട്ട എന്ന് പറയുമ്പോൾ അത് 1215 ജൂൺ 15-ാം തീയതി ജോൺ രാജാവ് റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ച്, ബ്രിട്ടനിലെ രാജാവായിരുന്ന ജോൺ രാജാവ് റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ച് പ്രഖ്യാപിച്ച ഒരു റോയൽ ചാർട്ടർ ആയിരുന്നു മാഗ്ന കാർട്ട. പിന്നീട് അങ്ങോട്ടുള്ള പല നിയമങ്ങളെയും നമ്മൾ മാഗ്ന കാർട്ട എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയുള്ള ഇന്ത്യൻ ഭരണഘടന മാഗ്ന കാർട്ടയാണ് ഭാഗം 3, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയാണ് വുഡ്സ് ഡെസ്പാച്ച് എന്നറിയപ്പെടുന്നത്. 1854 അന്നത്തെ വൈസ്രോയി അല്ല, അന്ന് ഗവർണർ ജനറൽ ആണ്, പേര് മറക്കണ്ട കേട്ടോ, ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി, ലോർഡ് ഡൽഹൌസി. പിന്നെ തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് 1882 ആണ്. റിപ്പൺ പ്രഭു ആയിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ടയാണ് ഇത്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ. കർഷകരുടെ മാഗ്ന കാർട്ടയായിരുന്നു 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ. അതിനുശേഷം മാഗ്ന കാർട്ടകൾ കഴിഞ്ഞു. ദ മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. ഈ നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? കമ്പനി ഭരണം അവസാനിച്ചു, രാജ്ഞി ഭരിക്കുന്നു. രാജ്ഞി ഭരിക്കാൻ രണ്ട് പോസ്റ്റുകൾ കൊണ്ടുവന്നു. വൺ ഈസ് വൈസ്രോയി, അനദർ വൺ ഈസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. വൈസ്രോയി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ബ്രിട്ടനിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? ഇന്ത്യക്ക് വേണ്ടി. ഓക്കെ, അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യത്തെ വൈസ്രോയി ഓഫ് ഇന്ത്യയും ആരാണ്? ലോർഡ് കാനിങ് ആണ്. എന്നാൽ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്, ആദ്യത്തെയുള്ള അവിടെ അവസാനത്തെ പറയാൻ പറ്റില്ല, കാരണം ആദ്യമായിട്ട് വന്ന പോസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന ആളാണ് എഡ്വാർഡ് ഹെൻറി സ്റ്റാൻലി എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ബോർഡ് ഓഫ് കൺട്രോളിനും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനും പിരിച്ചുവിട്ടു ദ്വിതല ഭരണം സംവിധാനം അവസാനിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു 15 അംഗങ്ങളുള്ള ഒരു കൗൺസിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. ഇത്രയാണ് ഈ നിയമത്തിൽ നമുക്ക് പഠിക്കാനാണ്. ഇനി ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.